ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിബിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഫാദേഴ്സ് ഡേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അന്ന് ഡിന്നർ കുക്ക് ചെയ്തത് ഹസ്ബൻഡാണ്. അന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഗാർലിക് ബട്ടർ ചിക്കനും പിന്നെ സ്റ്റഫ്ഡ് ബെൽ പെപ്പേഴ്സും ആണ്. ഗാർലിക് ബട്ടർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗാർലിക് ഒക്കെ ഒന്ന് അവർ റെഡിയാക്കി എടുക്കുകയാണ്. മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടെ. സാധാരണ എനിക്കെന്തെങ്കിലും വയ്യാഴിയൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, ഒന്നും ചെയ്തു തരത്തൊന്നുമില്ല. അതിന് പകരമായിട്ട് പറയും കടയിൽ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് പറയും. അല്ലാതെ ഒന്നും ഹെൽപ്പ് ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും പിന്നെ കുറച്ച് മല്ലിയിലയാണ്, പിന്നെ കുറച്ച് കുരുമുളകും വേണം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ സീസണിങ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിക്ക് പകരമായിട്ട് ഞാനിവിടെ പാപ്രിക്ക പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞങ്ങളിവിടെ പാപ്രിക്ക പൗഡർ യൂസ് ചെയ്തേ ഉള്ളൂ. അതിന് പകരമായിട്ട് മുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. ഇതിനകത്തേക്ക് സ്ലൈസ്ഡ് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചിക്കനും പൊട്ടറ്റോയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പെപ്പറും കൂടെ ബെൽ പെപ്പേഴ്സും കൂടെ ഒന്ന് സ്റ്റഫ് ചെയ്തിട്ടെടുക്കണം. ബെൽ പെപ്പേഴ്സിനകത്ത് ഷ്രെഡഡ് ചീസ് മാത്രമാണ് വെക്കുന്നത്, വേറെ ഒന്നും വെക്കുന്നില്ല. എന്നിട്ട് അത് സോസിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടാണ്. ആദ്യം ചിക്കനാണ് ഗ്രില്ല് ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തിട്ടത്. അതിനുശേഷം ചിക്കനും പൊട്ടറ്റോയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് വരാനായിട്ട് 15 മിനിറ്റോളം എടുത്തിരുന്നു. ബെൽ പെപ്പേഴ്സ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. ഒരു 5-6 മിനിറ്റ് പോലും എടുത്തില്ല, അപ്പോഴേക്കും ബെൽ പെപ്പേഴ്സ് കറക്റ്റായിട്ട് കിട്ടി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇതിന് മുമ്പ് അവരുടെ ഓഫീസിൽ നിന്നൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണെങ്കിലും നന്നായിട്ട് തന്നെ വന്നു. സോഫയിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോ പഴയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ TV ഒക്കെ കുറേ നേരം കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതായിരുന്നു ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.